ആറ്റുകാൽ മഹോത്സവത്തിൻ്റെ ആരംഭമാണ് ഇന്നിവിടെ NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ സാർ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനവും കൂടെ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ നല്ല മുഹൂർത്തത്തിൽ ആരംഭമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത് കുമാർ സാറിനെ ആശംസകൾ നേരുവാൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരായ ജയന്തി റെസിഡൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെ, ഭക്തജനങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ശ്രീ ജേക്കബ് മാത്യു, ശ്രീ അനി, അതിൻ്റെ മറ്റ് ഭാരവാഹികൾ, തലനാട് ചന്ദ്രശേഖരൻ നായർ സാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ലോക പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കോല മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ജയന്തി റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആ മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല ദിവസം ലോകത്തുനിന്ന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരത്ത് പൊങ്കാല അർപ്പിക്കാനായിട്ട് ഭക്തജനങ്ങൾ എത്താറുണ്ട്. അത് തിരുവനന്തപുരം നിവാസികളുടെ ഒരു ദൗത്യമാണ്. ഇവർക്ക് എല്ലാവർക്കും ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത്. പഴയ കാലത്ത് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ആയിട്ട് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പൊങ്കാല മഹോത്സവം ഇന്ന് തിരുവനന്തപുരം നഗരം മുഴുവൻ അത് കൊണ്ടാടുകയാണ്, ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സന്തോഷവേളകൾ നമ്മളിത് വളരെ വിപുലമായിട്ട് ആഘോഷിക്കുമ്പോൾ എല്ലാ വിഭാഗം ആൾക്കാർക്കും നമ്മുടെ വിശ്വാസം വരാനും, ദൈവവിശ്വാസം, ഏത് വിശ്വാസമായാലും അതെല്ലാം ഒന്നിച്ചു വരാനായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുന്നു. അത് നമുക്ക് ഏവർക്കും നല്ലതാണ്. വിശ്വാസമൊന്നുണ്ടെങ്കിൽ, ഏത് വിശ്വാസമായാലും അത് നമുക്കുണ്ടെങ്കിൽ, ദൈവവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ മനസ്സിൽ നന്മയും അതുപോലെ നമുക്ക് മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം കുറയുകയും മനുഷ്യരെ സഹായിക്കാനും എല്ലാം ഉള്ള ഒരു മനസ്സും കൂടെ അതുവഴി ഉണ്ടാവാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കണം. അതുവഴി നമ്മുടെ ഇളം തലമുറയിൽ ഇതിൻ്റെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കാൻ അവർക്കും കഴിയും. ഈ ജയന്തി റെസിഡൻസ് അസോസിയേഷൻ വിവിധ ഉത്സവങ്ങൾ, എല്ലാ വിഭാഗങ്ങളുടെ ഉത്സവങ്ങൾ വളരെ വിപുലമായിട്ട് ആഘോഷിക്കാൻ ഈ പ്രദേശം തന്നെ ഒരു മതമൈത്രിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജയന്തി പ്രദേശം തന്നെ. ഞാൻ ഇതിൻ്റെ ഭാരവാഹികളായ അനിയും ജേക്കബ് എബ്രഹാമിനെയും എല്ലാം മറ്റ് ഭാരവാഹികളെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു മഹാൻ വ്യക്തിയെ, പേര് പറയുന്നില്ല, ഒരു വ്യക്തിയെ ബഹുമാന്യനായ സംഗീത് കുമാർ സാറ് ആദ്യഘട്ടം 75,000 രൂപയുടെ രൂപ നൽകുന്നു. എത്രയും രോഗം ഭേദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Get
തടിക്കട തോം